It's in my muscle memory, I'm pretty sure. I recognize you, there is something in your eyes. Won't let you get away tonight. You leave me in the dark. I'm stumbling around like I'm a question mark. Wondering if you're around to catch me if I fall. If I come crashing in the wall, will you jumpstart my heart? I need someone before the sun goes down. Who's gonna save me? Who's gonna save me അതുപോലെ നമ്മൾ സെൻട്രലിരിക്കുന്നത് ഇങ്ങനെ പറയുന്നത് ലൈഫ് റാഫ്റ്റ് വിവരിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഡെമോയാണ് ഒരു സ്റ്റിക്കർ രൂപത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു ക്യാബിലൂടെ കാണാം. അതാണ് വീൽ ഹൗസ് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൽമാൻ ഹിന്ദിയിൽ നമുക്കിവിടെ കുറച്ച് ഗസ്റ്റ് ഇവിടെ ഉണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുത്തല്ലേ? ആ, ഓക്കെ. എല്ലാവരും മലയാളീസ് അല്ലേ? ഇവർ 4 പേരല്ലേ ഉള്ളൂ? ഓക്കെ. അപ്പോൾ നമ്മുടെ വീൽ ഹൗസ് ആണ് ഫ്രണ്ടിൽ കാണുന്നത്. അതുപോലെ നമ്മുടെ ദേശീയ പതാക, അതുപോലെ റഡാർ സിസ്റ്റം ഒക്കെയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. റഡാർ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ പെർമിഷൻ ഇല്ല. ഒരു ചെറിയൊരു റേഡിയേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വഴിക്ക് പറയാം. അതുപോലെ വെസൽ സ്റ്റാർട്ട് അത് വല്ലാർപാടം എന്ന് പറയുന്ന ദ്വീപാണ്. വല്ലാർപാടത്തെ കുറിച്ച് പറയുമ്പോൾ ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ചർച്ചാണ് ആ കെട്ടിടത്തിന്റെ പുറകിൽ കാണുന്ന 2 കുരിശ്. ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അതിന്റെ പ്രത്യേകത, അതിന്റെ കുരിശ് വരെ നമുക്ക് ലിഫ്റ്റ് മാർഗം കയറാം എന്നുള്ളതാണ്. ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുരിശ് വരെ ലിഫ്റ്റ് മാർഗം കയറാനുള്ള സൗകര്യമുണ്ട്. രണ്ടാമത് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ചീനവലയുടെ ആകൃതിയിലുള്ള ഒരു പാലം. അങ്ങനെ 3 വ്യത്യസ്തമായ പാലങ്ങൾ മറൈൻ ഡ്രൈവിന് സൗന്ദര്യം കൂടുതൽ കൊണ്ടുവരുന്ന ആ പാലങ്ങളാണ്. നിരവധി സിനിമകളിലൊക്കെ നമ്മൾ ഈ പാലങ്ങൾ കണ്ടിട്ടുണ്ട്. CID മൂസ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, മേനെ പ്യാർ കിയ. ആ പാട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പ്രദേശത്താണ്. അതുപോലെ നമ്മുടെ കേരള ഹൈക്കോടതി നമുക്ക് അവിടെ കാണാം. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ കാണുന്ന ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ പാറി പറക്കുന്നുണ്ട്. ആ ചെങ്കൽ കളറുള്ള കെട്ടിടമാണ് നമ്മുടെ കേരള ഹൈക്കോടതി. അതുപോലെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയ ജലപാതയിലൂടെയാണ്. അപ്പൊ നമ്മൾ 2 സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം, ഒരു ഗ്രീൻ കളറ്, റെഡ് കളറ്, 2 സൈഡിൽ ഓരോ ബോയകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ സെന്ററിലൂടെ കീപ്പ് ചെയ്ത് ഒരു പാത എറണാകുളം ജില്ലയെയും ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, അതുപോലെ തന്നെ കൊല്ലം ജില്ല, ഇതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ദേശീയ ജലപാത പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ബോയകളാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത്. അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിൽ നമ്മൾ നിരവധി കെട്ടിടങ്ങൾ കാണാം. അതിലേറെ ശ്രദ്ധേയമായ ഫെഡറൽ ബാങ്കിന്റെ പഴയ നമ്മുടെ ആദ്യകാല ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് മാള് എന്നൊക്കെ നമുക്ക് കണ്ട് വിശേഷിപ്പിക്കാവുന്ന GCDA കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് പെൻഡാമേനകയുണ്ട്. എറണാകുളത്തെ തന്നെ ശ്രദ്ധേയമായ കുറിച്ച് പറയുമ്പോൾ ഈ GCDA കോംപ്ലക്സിലും പെൻഡാമേനകയിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഷോപ്പുകൾ, ഇലക്ട്രോണിക്സ് ഷോപ്പ്. ഇന്ത്യൻ നേവിയുടെ ഒരു ഹെലികോപ്റ്ററാണ് ഇവിടെ ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ടാണ് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ അതിവിടെ താഴെ നമ്മുടെ കായലിനോട് ചേർന്ന് താഴെ വന്നിട്ട് പറക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് നമ്മുടെ കൊച്ചിയിൽ. അതുപോലെ തന്നെ
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയായ സീ പ്ലെയിൻ, അതായത് തേക്കടി കുമളി ഭാഗങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സീ പ്ലെയിന്റെ ആ ഒരു പദ്ധതി നമ്മുടെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചീനവലയുടെ ആകൃതിയിലുള്ള ഒരു പാലം നമ്മൾ അവിടെ കണ്ടു. ആ പാലത്തോട് ചേർന്ന് മരങ്ങൾ നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ചിൽഡ്രൻസ് പാർക്ക്. അതുപോലെ അവിടെ ഒരു ഗ്രീൻ കളർ കെട്ടിടം നമുക്ക് കാണാം. ഭവന നിർമ്മാണ ബോർഡിന്റെ കെട്ടിടമാണ്. റവന്യൂ ടവർ എന്നാണ് ആ കെട്ടിടത്തിന് പറയുന്നത്. അപ്പോ കൊച്ചിയിലെ കമ്മീഷണർ ആസ്ഥാനം, അതുപോലെ സൈബർ സെല്ലിന്റെ ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്നതും നമ്മുടെ റവന്യൂ ടവറിലാണ്. നെല്ലിയാറും വെമ്പനാട്ട് കായലും അറബിക്കടലും കൂടി സംഗമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോ നമ്മൾ പുറകിൽ നിന്ന് വരുന്നത്, വടക്ക് ഭാഗത്തു നിന്ന് വരുന്നത് പെരിയാറാണെങ്കിൽ തെക്ക് ഭാഗത്തു നിന്ന് വരുന്നത് വെമ്പനാട്ട് കായല്, അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്നത് അറബിക്കടല്. മൂന്നും കൂടി സംഗമിക്കുന്ന ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ 19ഓളം ദ്വീപുകള് നമ്മുടെ കൊച്ചിയിലുണ്ട്. അതായത് 19ഓളം ദ്വീപുകളില് ഏറെ ശ്രദ്ധേയമായ 3 ദ്വീപുകള് നമ്മുടെ പുറകിൽ കാണുന്ന വല്ലാർപാടം, മുളവുകാട്, അതുപോലെ തന്നെ വൈപ്പിൻ. ഈ ദ്വീപുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഗോശ്രീ പാലം 2003 അവിടെ വന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റു ദ്വീപുകളിലേക്കും പാലങ്ങളൊക്കെ കുറച്ച് ദ്വീപുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ പാലങ്ങള് വരുന്നതിന് മുമ്പ് അവിടെയുള്ള ആളുകളൊക്കെ ആശ്രയിച്ചിരുന്ന ഒരു ബോട്ട് ജെട്ടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. KSRTCയുടെ അണ്ടറിൽ വരുന്ന ബോട്ട് ജെട്ടിയാണ് ഇടതുവശത്ത് നമ്മൾ കാണുന്നത്. എറണാകുളം ബോട്ട് ജെട്ടി എന്നാണ് ആ പ്രദേശത്തിന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ മരങ്ങൾ നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ സുഭാഷ് പാർക്ക്. എറണാകുളത്തെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ പാർക്കാണ് സുഭാഷ് പാർക്ക്. പണ്ട് നമ്മള് വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ മമ്മൂട്ടി, നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജ് ഉള്ളത് ഈ സുഭാഷ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ മമ്മൂക്ക വൈക്കം ചെമ്പെന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ നാട്. അവിടെ നിന്നെല്ലാം പണ്ട് കാലത്ത് ബോട്ട് സർവീസ് നമ്മുടെ ഇവിടേക്ക് ഉണ്ടായിരുന്നു. ഈ ബോട്ട് ജെട്ടിയിൽ വന്നതിന് ശേഷം ഇവിടെ നടന്നാണ് അദ്ദേഹം കോളേജിൽ പോയിരുന്നത്. അതുപോലെ വൈക്കം മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടതുവശത്ത് നമ്മള് ഒരു റെഡ് കളറിൽ കുറെ ക്രെയിനുകളൊക്കെ നമുക്ക് അവിടെ കാണാം. അതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ട്രെയിൻ റണ്ണിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റർ ചെറുതായിട്ട് അവിടെ താഴെ ഇറങ്ങിയതിന് ശേഷം ഉയർന്നു പോകുന്ന കാഴ്ച കൂടി നമുക്ക് അവിടെ കാണാന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അന്ന് അതിന്റെ ചെയർമാനായി വന്നത് നമ്മുടെ മെട്രോയുടെയൊക്കെ ചെയർമാനായിരുന്ന മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ സാറാണ്. 1972 അദ്ദേഹം ചെയർമാനായി വന്ന് 10 വർഷം കഴിഞ്ഞപ്പോ 82 ആദ്യത്തെ കപ്പല് അവിടെ നിന്ന് ഇറക്കുകയുണ്ടായി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ആദ്യം ഇറക്കിയ കപ്പല് PSCയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഏതാണെന്ന് അറിയോ? കുറെ ഫുട്ബോളുകൾ അതിൽ നിരത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.